ഒരു കഥ ചൊല്ലട്ടുമാ. വെയിറ്റ് കഥയാണെന്ന് കരുതി എല്ലാവരും സ്കിപ്പ് അടിക്കാൻ വരട്ടെ. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയാണെന്നോ എന്താണെന്നോ അറിയാൻ കഴിയാതെ ഒരു കുടുംബം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലേ? അവരെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ സംഭവം നടക്കുന്നത് അങ്ങ് കാശ്മീരിലാണ്. ഒരു പട്ടാളക്കാരൻ എല്ലാ ദിവസവും ATM-ൽ പോയി ഒരു 100 രൂപ വെച്ച് പിൻവലിക്കും. അദ്ദേഹം ഇത് ഡെയിലി ഇങ്ങനെ പൈസ എടുക്കുമായിരുന്നു. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഈ സെക്യൂരിറ്റിക്കാരൻ പട്ടാളക്കാരനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ദിവസം വെറും 100 രൂപ മാത്രം എടുക്കുന്നതെന്ന്? കുറച്ചധികം ക്യാഷ് ഒരുമിച്ച് പിൻവലിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് സെക്യൂരിറ്റിക്കാരന്റെ ചോദ്യം. അതിന് കിട്ടിയ മറുപടി ദേ ഇങ്ങനെയായിരുന്നു: ഓരോ തവണയും ATM-ൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോഴും അതെന്റെ ഭാര്യയ്ക്ക് SMS ആയി പോകും. ഒട്ടും റേഞ്ച് ഇല്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ ഞങ്ങൾ പട്ടാളക്കാർക്ക് പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്നാണ് പട്ടാളക്കാരൻ നൽകിയ മറുപടി. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. ഇത്തരം ജീവിതങ്ങൾ കേൾക്കുന്നവർക്ക് വെറും കഥകൾ മാത്രമായിരിക്കാമല്ലേ? എന്നാൽ നമ്മുടെ രാജ്യം കാക്കാൻ വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തിന് ഇതുപോലെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകാം. നിങ്ങൾക്കും ഇതുപോലുള്ള കഥകൾ അറിയാമെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യണം. രാജ്യം അറിയട്ടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരുടെ ഇങ്ങനെയുള്ള കഥകൾ.